മുഖവുര ആവശ്യമില്ലാത്ത വ്യക്തിത്വം. നിലവിലെ കോൺഗ്രസിന്റെ യുവമുഖം ജിൻഡോ ജോണാണ് എന്നോടൊപ്പം ഉള്ളത്. ജിൻഡോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭാഷണത്തിന് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് പറഞ്ഞു തുടങ്ങാൻ പറ്റിയ ഒരു വിഷയം ജിൻഡോ ചേട്ടനുമായിട്ട് വ്യക്തിപരമായി ഉള്ള ഒരു പ്രശ്നം കൂടിയാണ്. അടുത്തിടയ്ക്ക് കോൺഗ്രസ് നേതാക്കളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സൈബർ അധിക്ഷേപം നേരിട്ട വ്യക്തികളിൽ ഒരാളാണ് ജിൻഡോ ചേട്ടൻ. അതിനെ എങ്ങനെയാണ് ജിൻഡോ ചേട്ടൻ വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ അതിന് നല്ല രീതിയിൽ പ്രതികരണം ജിൻഡോ ചേട്ടൻ വ്യക്തിപരമായിട്ട് നടത്തി. അതിനപ്പുറമുള്ള ഒരു പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഈ വിഷയത്തിൽ എന്തെങ്കിലും നിയമ നടപടികളുമായിട്ട് പോകുന്നുണ്ടോ? അപ്പോൾ തന്നെ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒപ്പം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇതിപ്പോ ഒരാളുടെ മാത്രം വിഷയമല്ല അല്ലെ, ജിൻഡോ ചേട്ടന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല ഈ സോഷ്യൽ മീഡിയ ലിഞ്ചിങ് എന്നൊക്കെ പറയുന്നത്. അതിനെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അതിനെ മൊത്തത്തിൽ അത്തരം നീക്കങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതില് പൊതുപ്രവർത്തകരെല്ലാം ഭയപ്പെടുന്നത് ഈ ഇമേജിനെയാണ്. ഇമേജിന്റെ തടവറയിൽ കിടക്കുന്നവർക്കാണ് ഈ ഭീഷണിപ്പെടുത്തി അവരെ വീഴ്ത്താമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ EMS തുടങ്ങി ഇപ്പോൾ ഏറ്റവും അവസാനം പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിൽ എത്തി നിൽക്കുക CPMന്റെ ഈ മോറൽ പോലീസിങ്. അപ്പൊ അവർ വയ്ക്കുന്ന മോറൽ പോലീസിങ്ങിന്റെ ആ സ്കെയിലിനകത്ത് നിന്നിട്ടാണ് നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നത്. ഒരേ സമയം CPM പുരോഗമനവാദം പറയുകയും സ്ത്രീപക്ഷവാദമൊക്കെ പറയും, സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയും. അതേസമയം തന്നെ ഒരു മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരെ അറ്റാക്ക് ചെയ്യാൻ എടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ടൂൾ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ വിഷയമാണ്. അപ്പോൾ ഇത് ദീർഘവീക്ഷണത്തോടെ കണ്ടുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ സന്ദേശ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരെ പോലെ നാണിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ സിനിമ ഇറങ്ങിയ കാലത്ത് നമ്മളത് തമാശയോടെ തള്ളിക്കളഞ്ഞെങ്കിൽ ഇന്ന് അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇപ്പൊ ഈ ചർച്ചയ്ക്ക് ഇപ്പൊ എന്നെ സൈബർ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു കാരണം ഇപ്പോൾ പറവൂരിന്ന് വന്ന വൈപ്പിനിലെ MLA ബന്ധപ്പെട്ട ആക്ഷേപത്തെ കൂടെ ഞാൻ സത്യത്തിൽ അവരെ ആരെ ആക്ഷേപിക്കില്ല, പേരെടുത്ത് പറഞ്ഞെന്ന് മാത്രമല്ല അവരെ ആരെ ആക്ഷേപിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറ്റാളുകളെ മുഴുവൻ സ്കെയിലിൽ വെച്ച്, നിങ്ങൾ ബൈനോക്കുലർ വെച്ച്, CCTV വെച്ച് പരിശോധിച്ച് അവരുടെയൊക്കെ വ്യക്തി ജീവിതത്തിലെ ഓരോ ഏടുകളും പരിശോധിക്കാൻ പോകും. നിങ്ങളുടെ കൂട്ടത്തിലും ഇത്തരം ആരോപണങ്ങൾ കേൾക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് മേലാൽ ഈ പണി ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒരു പേരിൽ അങ്ങോട്ട് ചുണ്ടുമ്പം ബാക്കി 4 പേരിൽ നിങ്ങൾക്കെതിരെയാണ് ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ പേരിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെയൊക്കെ ആക്ഷേപിച്ച് അങ്ങേയറ്റത്. അപ്പൊ ഇവർ വിചാരിച്ച് നമ്മൾ അങ്ങ് നിർത്തുന്ന. ഞാൻ നിർത്തുകയല്ല ചെയ്തത്, ഞാൻ വീണ്ടും ആ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്തത്. എൻ്റെ ജീവിത പങ്കാളി ഒരു CPMന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ മകളാണ്. ഇപ്പൊ പുള്ളി പാർട്ടിയിലുണ്ട്, പാർട്ടി അനുഭാവിയാണ്. ഇതൊക്കെയാണെങ്കിൽ ഇപ്പോൾ അത്ര മുഴുവൻ സമയമില്ല. എന്നാലും 19 വർഷക്കാലം ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൂട്ടിപ്പിടിച്ച് പ്രവർത്തിച്ച ഒരുപാട് സമ്പത്തും സമയവും ചെലവഴിച്ച ഒരു മനുഷ്യന്റെ മകളെ കുറിച്ചിട്ട് ഇവർ ആക്ഷേപിച്ചത്. അപ്പൊ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമല്ലേ അവരങ്ങനെ ആക്ഷേപിച്ചത്, അല്ലേ? ഞാൻ വിചാരിക്കുന്നു അവൾക്ക് വോട്ടവകാശം കിട്ടി ആദ്യത്തെ വോട്ട് ചിലപ്പോൾ ചെയ്തിട്ടുണ്ട് CPMനാണ്. ഇന്ന് അവരെങ്ങനെയായിരിക്കും ഇവരൊക്കെ കാണുക? എൻ്റെ മക്കള്, അവർക്ക് ഈ രാഷ്ട്രീയം എന്താന്ന് പോലും അറിയില്ല, ആക്ഷേപിക്കുന്നത്. അപ്പൊ ഇവരിങ്ങനെ ചെയ്തപ്പോൾ ഞാൻ അതിനെ വീണ്ടും എൻ്റെ പൊളിറ്റിക്സ് പറയാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ പരാതി കൊടുക്കാത്തതിന് കാരണം എൻ്റെ ഒരു ചോദ്യമുണ്ട്. അതിനുശേഷം വീണ്ടും ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. KJ ഷൈൻ ടീച്ചറുടെ കാര്യത്തിൽ അവർക്ക് നേരിട്ടുള്ള ആക്ഷേപം, തീർച്ചയായിട്ടും അവർക്ക് അത്തരം ആക്ഷേപം നേരിടാൻ പാടില്ല. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ്. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ അവരെ ആക്ഷേപിച്ച ആളുകൾക്കെതിരെ നിയമ നടപടി എടുക്കണം. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അവരുടെ കാര്യത്തിൽ പോലീസ് എടുത്ത തിടുക്കം മറ്റാരുടെയും കാര്യത്തിൽ എടുക്കുന്നില്ല. അവരുടെ കാര്യത്തിൽ എടുത്ത തിടുക്കം അതേ വേഗതയിൽ നിയമ നടപടി സ്വീകരിക്കപ്പെടുമെന്ന് അവർ ഉറപ്പ് പറയുന്നിടത്തോളം ഞാൻ പരാതി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ ഉറപ്പ് തള്ളി. എൻ്റെ ഭാര്യയും ഒരു സ്ത്രീയാണെന്ന് അവർക്ക് ബോധ്യം ഉണ്ടാകണം. ഞാൻ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരുടെ പേരോ അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സൂചനയും ഇല്ലാതെ ഞാൻ അവരെ ആക്ഷേപിച്ചു എന്ന് അവർ വെറുതെ എൻ്റെ പേര് പറയുമ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരുടെ പേരെവിടെയാണ്, അവരെ കുറിച്ചാണ് എഴുതിയെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി? ഇത്രയും കാര്യം പറയണം. മാത്രമല്ല, എൻ്റെ ഭാര്യയും ഒരു സ്ത്രീയാണ്. KJ ഷൈൻ ടീച്ചർക്ക് കിട്ടേണ്ട എല്ലാ പ്രിവിലേജുകളും എല്ലാ അവകാശങ്ങളും തുല്യമായി കിട്ടേണ്ട ഒരു സ്ത്രീയാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ടെങ്കിൽ അക്കാര്യത്തിലും അവർ അഭിപ്രായം പറയണം. അത് പറയാതെ അതുവരെ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, അവർക്കെതിരെ മാത്രം വരുമ്പോൾ അത്തരം കാര്യങ്ങൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ഒരു ഞെട്ടൽ പറയുന്നത് അത് ശരിയല്ല. അത് നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും ഒന്നും പുസ്തകം വായിക്കണ്ട, സാമാന്യ മര്യാദയും ബോധവും മതി കേരളത്തിൽ എല്ലാവർക്കും. ഇപ്പൊ AR റഹീമിന്റെ ഭാര്യയെ ആരും ആക്ഷേപിച്ചു. ഞാൻ പറയുന്നത് ഏത് പക്ഷത്തായാലും, കോൺഗ്രസിന്റെ പക്ഷത്ത് നിൽക്കുന്നവരായിക്കോട്ടെ, CPM പക്ഷത്തായിക്കോട്ടെ, BJP പക്ഷത്തായി, ഇതൊന്നും അല്ലാത്തവരായിക്കോട്ടെ, നേതാക്കന്മാരുടെ ഭാര്യമാർക്കും മക്കൾക്കും
നേതാക്കന്മാരുടെ പൊതുപ്രവർത്തന രംഗത്ത് അവരെടുക്കുന്ന പൊളിറ്റിക്കൽ അഭിപ്രായത്തിന്റെ അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ പ്രവർത്തനത്തിന്റെ അധിക ബാധ്യത കൽപ്പിച്ചു കൊടുക്കരുത്. ഇതൊന്നും അറിയാത്ത സ്ത്രീകളെയും കുട്ടികളെയും എന്തിനു ആക്ഷേപിക്കുന്നു? റഹീമിന്റെ ഭാര്യയെ ആക്ഷേപിച്ച ആളുകൾക്കെതിരെ നടപടി എടുക്കണമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ അതിലൊക്കെ കാണിക്കുന്ന തിടുക്കം അതാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ടീച്ചർ ഒരു പരാതി കൊടുക്കുന്നു, പൊടുന്നനെയാണ് അല്ലെ പോലീസ് കേസെടുക്കുന്ന ഒരു സംഘം, പ്രത്യേക ക്രൈം സംഘത്തെ രൂപീകരിക്കുന്നു, അന്നത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് 3 മണിക്കൂറിനകമാണ് ആ പ്രതി എന്ന് പറയുന്ന KM ഷാജഹാനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് പോയിട്ട് അതിനെ കോടതി വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഈ പറയുന്ന KJ ഷൈൻ ടീച്ചർ വലിയ രീതിയിലാണ് അതിനെ എന്താ പറയുക പ്രശംസിച്ചത്. കേരള പോലീസിനെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പ്രശംസിച്ചത് വലിയ രീതിയിലാണ്. ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ നമുക്കറിയാം. ജിൻഡോ ചേട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഷാഫി പറമ്പിൽ, മറ്റൊരു യുവമുഖമായ കോൺഗ്രസിന് ഷാഫി പറമ്പിലിനെ അവരെ തെരുവിൽ നേരിടുക, അധിക്ഷേപിക്കുക, ആരോപണവുമല്ല അധിക്ഷേപമാണല്ലേ. പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയിരിക്കുന്നത് വലിയ രീതിയിലുള്ള അധിക്ഷേപമാണ്. അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുക, അതിലൊരു പരാതി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതല്ലേ. ഷാഫി പറമ്പിൽ നേരിട്ടല്ലെങ്കിലും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും അനങ്ങാതിരിക്കുക, മറ്റുള്ളവരെ ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കളെയൊക്കെ തന്നെ അല്ലെങ്കിൽ അവരുടെ ജീവിത പങ്കാളികൾ വനിതാ നേതാക്കളാണെങ്കിലും ആക്രമിക്കപ്പെടുന്നെങ്കിൽ അത് ആക്രമിക്കപ്പെടട്ടെ, അവർ ആക്രമിക്കപ്പെടേണ്ടവരാണ് എന്ന സൂചന നൽകുന്ന രീതിയിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പോലീസും ഒക്കെ മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും ഇതിലെന്താ അറിയോ, നമ്മൾ സ്ത്രീപക്ഷപാതം എന്ന് പറയുമ്പോൾ ഇതിലൊരു കപട സ്ത്രീപക്ഷപാതം. സ്ത്രീകൾ ആക്രമിക്കപ്പെടുമ്പോൾ മാത്രം പറയുന്നതല്ല സ്ത്രീപക്ഷപാതം. ഏതെങ്കിലും പുരുഷനെ ആക്രമിക്കാൻ വേണ്ടിയിട്ടും ഇവർ ഏതെങ്കിലും ഒരു സ്ത്രീയെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പൊ ഒരു പുരുഷനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇവർ കൂട്ടിച്ചേർക്കുന്ന ഒരു സ്ത്രീ ഉണ്ടാകുമല്ലോ, ആ സ്ത്രീക്കും നീതി അവകാശപ്പെട്ടല്ലേ. അപ്പൊ യഥാർത്ഥ സ്ത്രീപക്ഷവാദം എന്ന് പറഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ട് ഈ അവകാശം ഉറപ്പ് നൽകണമെന്നാണ് പറയേണ്ടത്. ഇവരുടെ നേതാക്കന്മാർക്കെതിരെ ആരെങ്കിലും ആക്ഷേപം ചൊല്ലുന്നത് തെറ്റാണെന്ന് പറയുന്നതിന് കാരണം അങ്ങനെ ആക്ഷേപം ചൊരിയാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ഇവരാണ്. ഇത്തരം രീതികൾ തുടർന്നു വന്നത് തുടക്കമിട്ടത് അവരാണ്, ഇന്നും തുടരുന്നത് അവരാണ്. അത് മാത്രമല്ല, സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഇവരുടെ പാർട്ടിയുടെയാണ്. അവരാണ്, ഈ സർക്കാരാണ് നിയമ നടപടി സ്വീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബിന്ദു കൃഷ്ണയ്ക്ക്, ഉമാ തോമസിന്, KK രമയ്ക്ക്, ഷാനിമോൾ ഉസ്മാന്, വനിതാ മാധ്യമ പ്രവർത്തകര്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകളായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭാര്യയ്ക്ക്, അതായത് ഉമ്മൻചാണ്ടിയോടൊപ്പം ഒരു സ്ത്രീ ട്രെയിനിൽ സഞ്ചരിച്ചു എന്നാണ് ഇവര് പറയുന്നത്. ഉമ്മൻചാണ്ടിയോടൊപ്പം ഏത് സ്ത്രീ സഞ്ചരിച്ചാലും CPM എന്താ, ആരാ ഇവരാരാ അതൊക്കെ ചോദിക്കാൻ? അവസാനം ഉമ്മൻചാണ്ടിയുടെ ഭാര്യ തന്നെ പൊതുസമൂഹത്തിൽ പറഞ്ഞു അത് ഞാനാണെന്ന്. അതൊരു ഗതികേടാണ്. ആ ഗതികേട് ഉണ്ടാക്കിയത് ഇവരാണ്. അപ്പൊ ഞാൻ പറയുന്നത്, പുരുഷന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്നു. ഇത് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, രാജാക്കന്മാർ യുദ്ധം ചെയ്ത് തോപ്പിക്കുമ്പോൾ അവരുടെ സ്ത്രീകളെയും കുട്ടികളെയാണ് ആദ്യം അതിക്രമം നടത്തുന്നത്. അതായത് എതിർപക്ഷത്തുള്ള ആളുകളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ പരിചയമാക്കുന്നത് ഒരു സംഘപരിവാർ രീതിയാണ്. അത് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത് CPM ആണ്.